പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗമടക്കമുള്ള സർവ്വ പ്രസംഗങ്ങളിലും പറഞ്ഞതാണ്, മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ച് നാം വിശ്വസിക്കേണ്ടത് അള്ളാഹു അവനെപ്പറ്റി എങ്ങനെ പറഞ്ഞുവോ പഠിപ്പിച്ചുവോ അതേപോലെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ വകയായി കൂട്ടണ്ട, കുറക്കണ്ട. ഖുർആനിലോ ഹദീസിലോ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യത്തെയും നമ്മളായിട്ട് വ്യാഖ്യാനിക്കാനോ നിഷേധിക്കാനോ കൂട്ടാനോ കുറക്കാനോ പാടില്ല. അതാണ് ഇമാമിങ്ങളുടെ മദ്ഹബെന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ നിന്ന് ഞാൻ അന്ന് ഇമാമിങ്ങളുടെ ഓരോ വാചകങ്ങളായിക്കൊണ്ട് ഷാഫി ഇമാമിന്റെ ആ മദ്ഹബിൽ തന്നെ അറിയപ്പെടുന്ന ഇബ്നു കസീർ രേഖപ്പെടുത്തിയതായി ഞാനന്ന് വായിച്ചു കേൾപ്പിച്ചതാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല. തഫ്സീർ ഇബ്നു കസീറിൽ നിന്ന് അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് എന്താണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ട രീതി എന്ന് കൃത്യമായി ഞാൻ വായിച്ചു കേൾപ്പിച്ചതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മുടെ വിശ്വാസം? അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാഹുവിന് നമ്മെപ്പോലെ കണ്ണുണ്ട് എന്നാണോ? നമ്മെപ്പോലെ കൈയുണ്ട് എന്നാണോ? നമ്മെപ്പോലെ അല്ലാഹു ഇറങ്ങുമെന്നാണോ? നമ്മെപ്പോലെ അല്ലാഹു ഇരിക്കുമെന്നാണോ? നമ്മെപ്പോലെ അല്ലാഹു കയറുമെന്നാണോ? ഒരിക്കലുമല്ല. നാം വിശ്വസിക്കുന്നത് എന്താണെന്ന് മുമ്പേ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് തഫ്സീർ ഇബ്നു കസീറിൽ അത് കാണാം. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസമെന്ന്? ആ വിശ്വാസമാണ് നമ്മൾ അവിടെയും വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ്? ഫലിന്നാസി ഫീ ഹാദൽ മഖാമി മഖാലാത്തുൻ കസീറത്തുൻ ജിദ്ദൻ ലൈസ ഹാദാ മൗദിഅ ബസ്തിഹാ വഇന്നമാ നസ്ലുകു ഫീ ഹാദൽ മഖാമി മദ്ഹബ സലഫി സ്സാലിഹി. ഞാനിതിങ്ങനെ ചുരുക്കി പറയാൻ കാരണം കഴിഞ്ഞ സീഡിയിൽ വിശദീകരിച്ചു പറഞ്ഞതാണ്. ഈ സലഫു സാലിഹീങ്ങളുടെ മുൻഗാമികളായ മഹത്തുക്കളുടെ മാർഗമാണ് നമ്മളും അവലംബിക്കുന്നത്. ആരാണ് മഹത്തുക്കൾ? മാലിക്കിൻ വൽഔസാഇ വസ്സൗരി വല്ലൈസ് ഇബ്നു സഅദ് വശാഫിഈ വഅഹ്മദ വഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി വഗൈരിഹിം മിൻ ഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസാ. ശരിക്ക് പഠിച്ചു വെച്ചോ മുസ്ലിമീങ്ങളെ. അള്ളാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് അള്ളാഹു ഇറങ്ങും, അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ വിരല്, അള്ളാഹുവിന്റെ പാദം, അള്ളാഹു വരുന്നു, അള്ളാഹു അർശിൽ ഉപവിഷ്ടനാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ സൃഷ്ടികളെ പോലെയാണെന്ന് വിചാരിക്കാനേ പാടില്ല. ഈ കാര്യത്തിൽ മുജാഹിദുകൾക്കൊന്നും പുതിയത് പറയാനില്ല. മാലിക് ഇമാം പറഞ്ഞതല്ലാതെ, ഔസാഇ ഇമാം പറഞ്ഞതല്ലാതെ, സൗരി ഇമാം പറഞ്ഞതല്ലാതെ, ലൈസ് പറഞ്ഞതല്ലാതെ, ഷാഫി ഇമാം പറഞ്ഞതല്ലാതെ, അഹ്മദ് ഇബ്നു ഹംബൽ ഇമാം പറഞ്ഞതല്ലാതെ, ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി പറഞ്ഞതല്ലാതെ അവർ മാത്രമല്ല വഗൈരിഹിം മിൻ ഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസാ. പൂർവീകരും അതേപോലെ തന്നെ ആധുനികരുമായ ഇമാമീങ്ങളായ ആളുകളും മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ള അതേ വാദമാണ് നമ്മുടേതും. ശരിക്ക് പഠിച്ചു വെച്ചോ. മുജാഹിദുകളുടെ വാദം എന്താണെന്നോ? അള്ളാഹ്ക്ക് നമ്മെപ്പോലെ കൈയുണ്ടെന്നല്ല, നമ്മെപ്പോലെ അല്ല നമ്മൾ ഇറങ്ങും പോലെ ഇറങ്ങുമെന്നല്ല, നാം ഇരിക്കും പോലെ കസേരയിൽ ഇരിക്കുമെന്നല്ല, നമ്മെപ്പോലെ വിരലുണ്ട് എന്നല്ല, നമ്മെപ്പോലെ കണ്ണുണ്ട് എന്നല്ല. അങ്ങനെ വിശ്വസിക്കാനേ പാടില്ലല്ലോ, അങ്ങനെ വിശ്വസിക്കാനേ പാടില്ലല്ലോ. എന്താണ് പിന്നെ നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം ഷാഫി ഇമാമിന്റെ വിശ്വാസമാണ്, മാലിക് ഇമാമിന്റെ വിശ്വാസമാണ്, ഔസാഇ ഇമാമിന്റെ വിശ്വാസമാണ്, സൗരി ഇമാമിന്റെ വിശ്വാസമാണ്. അങ്ങനെ പല ഇമാമിങ്ങളുടെയും വിശ്വാസമാണ്. എന്തേ അവരൊക്കെ വിശ്വസിച്ചത്? ശരിക്ക് ശ്രദ്ധിച്ചോ. എന്തേ അവർ വിശ്വസിച്ചത്? വഹുവ ഇംറാറുഹാ കമാ ജാഅത്, വന്നതുപോലെ നമ്മൾ വിശ്വസിക്കണം. യദുല്ലാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. കമാ ജാഅത്, വന്നതുപോലെ. ഇന്നല്ലാഹ യൻസിലു, അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. മിൻ ഗൈരി തകീഫിൻ വലാ തശ്ബീഹിൻ വലാ തഅ്തീൽ. അല്ലാഹ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അള്ളാന്റെ കൈ എന്ന് പറയുമ്പോ, അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നത് പോലെ എന്ന് രൂപം പറയാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല, നിഷേധിക്കാനും പാടില്ല. അള്ളാഹുവിനെ പറ്റി അത്
പറയുമ്പോൾ സൃഷ്ടികളെ പറ്റിയുള്ള ഒരു വിശേഷണത്തിന്റെ അണുവളവ് പോലും നമ്മുടെ മനസ്സിൽ ചിന്തിക്കാനും പാടില്ല. കാരണം അള്ളാഹുവിന്റെ ഒന്നും തന്നെ മറ്റൊരാളോട് തുലനപ്പെടുത്താൻ കഴിയില്ലല്ലോ. കാരണം ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അതുകൊണ്ട് നാം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു അവനെപ്പറ്റി എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അപ്പടി വിശ്വസിക്കുന്നു. ഇപ്പോഴും പേരോട് മുസ്ലിയാർ പറയുന്നില്ലേ, മുജാഹിദിന് അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം മോശമാണ്, നമ്മെപ്പോലെ കൈയുണ്ടത്രേ, നമ്മെപ്പോലെ ഇറങ്ങുമത്രേ, നമ്മെപ്പോലെ മുജാഹിദിന്റെ അള്ളാഹു കസേരയിൽ ഇരുന്ന് ഞെരിപരി കൊള്ളുകയാണ്, നമ്മെപ്പോലെ ഫയലിറക്കി ഒപ്പിടാൻ വേണ്ടി ഇറങ്ങുകയാണ്, കയറുകയാണ്, ഇങ്ങനെ വയറുണ്ട്, അങ്ങനെ പലതുമൊക്കെ പറഞ്ഞ് കളിയാക്കുന്നില്ലേ? സഹോദരന്മാരെ, എത്ര തവണ ആവർത്തിച്ചതാണ്, ഇനിയും പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. കൃത്യമായി തന്നെ പറയട്ടെ, അള്ളാഹു പറഞ്ഞതെന്താണോ, അവന്റെ ഖുർആനിൽ എന്താണോ വന്നത്, അതിന്റെ വ്യാഖ്യാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എന്താണോ പഠിപ്പിച്ചത്, അള്ളയും റസൂലും പഠിപ്പിച്ചത്, അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതിൽ നമ്മുടെ വകയായി നമ്മെപ്പോലെ എന്ന് പറയുന്നില്ല, ഒരു സൃഷ്ടിയെപ്പോലെ എന്നും പറയുന്നില്ല. അള്ളാഹു അവന് യോജിക്കുന്ന നിലക്ക് എല്ലാ സിഫത്തുകളും അവനുണ്ടെന്നാ പറയുന്നത്. ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്, ഇതാണ് മാലിക്കി ഇമാം പറഞ്ഞത്, ഇതാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്, ഇതാണ് ഷാഫി ഇമാം പറഞ്ഞത്. ഈ ഷാഫി ഇമാം പോലും ഇത് പറയുമ്പോ മുസ്ലിയാർ ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ, ഈ ഹുസൈൻ സലഫി ഷാഫി ഇമാമിനെ തള്ളിയില്ലേ? ഷാഫി ഇമാമിനെ കാണാൻ വിവരമില്ല ആളാണോ ഹുസൈൻ സലഫി എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ ഷാഫി ഇമാമിനെ തള്ളിയില്ലേ? ഷാഫി ഇമാമിനെ കുറ്റപ്പെടുത്തിയില്ലേ എന്ന് നിങ്ങൾക്കത് ചോദിക്കാൻ എന്താ അർഹതയുള്ളത്? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏത് വാക്യങ്ങളെയാണ് നിങ്ങൾ സ്വീകരിച്ചത്? വിശ്വാസപരമായും കർമ്മപരമായും വിശ്വാസ രംഗത്ത് തന്നെയുള്ള തെളിവല്ലേ? ഷാഫി ഇമാം പറഞ്ഞത് എന്താണ്? അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് എന്താണോ അതപ്പടി ഞങ്ങൾ വിശ്വസിക്കുന്നു. തക്യീഫ് എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, പേരോട് ചോദിക്കലില്ലേ? അള്ളാഹു ഇറങ്ങുമെന്ന് പറയുമ്പോ പേരോട് പരിഹസിക്കാറില്ലേ? അമേരിക്കയിലെ രാത്രിയിലാണോ ഇറങ്ങുന്നത്? ഇന്ത്യൻ രാത്രിയിലാണോ ഇറങ്ങുന്നത്? മറ്റേതെങ്കിലും രാജ്യത്തിന്റെ രാത്രിയിലാണോ ഇറങ്ങുന്നത്? അള്ളാഹു ഇടത്തെ കയ്യിൽ പിടിച്ച ആകാശത്ത് അതിലേക്കാണോ ഇറങ്ങുന്നത്? ഇങ്ങനെയൊക്കെ പരിഹസിക്കലില്ലേ നിങ്ങൾ? എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. എങ്ങനെയെന്ന് പറയാതെ അള്ളാഹുവിന് യോജിക്കുന്ന നിലക്ക് ഒന്നിനോടും സാദൃശ്യപ്പെടുത്താതെ ഒന്നിനോടും ഉപമിക്കാതെ ഇമ്രാറുഹാ കമാ ജാഅത്ത് വന്നതുപോലെ തന്നെ അതിനെ അങ്ങ് അംഗീകരിക്കുന്നു.